Hello dear friends, welcome to Catalytics. Welcome to another video class of Catalytics. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ടോപ്പിക്കാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. എക്കണോമിക്സിൽ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു തിയറിയാണ്. സോ പ്രീവിയസ് ഇയേഴ്സിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്ന ഒരു ഏരിയ കൂടിയാണ്. സോ ആ ഒരു ഇമ്പോർട്ടൻസോട് കൂടി തന്നെ ഈ ഒരു ടോപ്പിക്ക് നിങ്ങൾ പഠിക്കണം. ഓക്കെ, സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് പറഞ്ഞു പ്രൊഡക്ഷൻ എന്താണ്, അതുപോലെ ഷോർട്ട് റൺ എന്താണ്, ലോങ് റൺ എന്താണ്, അതുപോലെ AP, TP, MP ഇവയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഒരു ഫേം ഫിക്സ്ഡ് ഇൻപുട്ടിനോടൊപ്പം വേരിയബിൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആദ്യം ഇൻക്രീസ് ചെയ്യുകയും പിന്നീട് അത് മാക്സിമത്തിലെത്തുകയും വീണ്ടും വേരിയബിൾ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ച് അവിടെ പ്രൊഡക്ഷൻ കുറയുകയും ചെയ്യുന്ന ഒരു പ്രവണതയാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ. ഓക്കെ, the law states that as we increase variable input more and more, the output initially increase at an increasing rate, then at a constant rate, then it increase at a diminishing rate. Law of variable proportion എന്ന് പറയുന്നത് law of returns or law of variable factor or law of diminishing return എന്ന പേരിലും അറിയപ്പെടുന്നുണ്ട്. ഇതിന് കുറച്ച് അസംഷൻസ് ഉണ്ട്. ഫസ്റ്റ് അസംഷൻ എന്ന് പറയുന്നത് ഇത് ഷോർട്ട് റണ്ണിൽ സംഭവിക്കുന്ന ഒരു പ്രൊഡക്ഷൻ ഫംഗ്ഷനാണ്. ഓക്കെ, ഇത് ഷോർട്ട് റണ്ണിലാണ് നടക്കുന്നത്. രണ്ടാമതെന്ന് പറയുന്നത് അവിടെ ഒരു വേരിയബിൾ ഫാക്ടർ മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ഫാക്ടേഴ്സും ഫിക്സ്ഡ് ആണ്. ഓക്കെ, ദെൻ മൂന്നാമത് പറയുന്നത് അവിടെ നമ്മൾ വേരിയബിൾ ഫാക്ടർ പറഞ്ഞു അല്ലേ, വേരിയബിൾ ഇൻപുട്ട് പറഞ്ഞു. വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആണ്, അതായത് അതിൻ്റെ ഇൻക്രീസ് എന്ന് പറയുന്നത് ഹോമോജീനിയസ് ആയിരിക്കും. അതുപോലെ തന്നെ ഓരോ വേരിയബിൾ ഇൻപുട്ടും എന്ന് പറയുന്നതും ഈക്വലി എഫിഷ്യൻ്റ് ആയിരിക്കും. അവിടെ വേരിയബിൾ ഫാക്ടറിന് ചേഞ്ചസ് ഒന്നും ഉണ്ടാവില്ല, എല്ലാ യൂണിറ്റും സെയിം ആയിരിക്കും. സപ്പോസ് നമ്മളിപ്പോൾ ഒരു ലേബറാണ് കൂട്ടുന്നതെങ്കിൽ നെക്സ്റ്റ് ലെവലിൽ 2 ലേബർ, നെക്സ്റ്റ് ലെവലിൽ 3 ലേബർ, അങ്ങനെ ഓരോ യൂണിറ്റ് വീതമാണ് അവിടെ ഇൻക്രീസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ ടെക്നോളജി എന്ന് പറയുന്നത് ഗിവൺ ആണ്, ഓൾറെഡി ഗിവൺ ആണ്. ഓക്കെ, ദെൻ ഫിഫ്ത്ത് പറയുന്നത് നമ്മുടെ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ സെയിം ആയിരിക്കും. ഈ ഒരു കാലയളവിൽ പ്രൈസ് ഓഫ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷനും അതുപോലെ പ്രൈസ് ഓഫ് ഔട്ട്പുട്ടും സെയിം ആയിരിക്കും. ഓക്കെ, ഇത്രയാണ് അസംഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു തിയറി ടേബിളിലൂടെയും ഗ്രാഫിലൂടെയും എങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത് എന്നുള്ളത് നോക്കാം. ഇവിടെ ഫിക്സ്ഡ് ഇൻപുട്ട് എന്ന് പറയുന്നത് ലാൻഡാണ്. 10 acres ഓഫ് ലാൻഡാണ് ഇവിടെ ഫിക്സ്ഡ് ആക്കി എടുത്തിരിക്കുന്നത്. അതുപോലെ വേരിയബിൾ ഇൻപുട്ട് എന്ന് പറയുന്നത് ലേബറാണ് ഇവിടെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇൻപുട്ട് എന്ന് പറയുന്നത്. അപ്പോൾ ഫിക്സ്ഡ് ആയിട്ടുള്ള 10 acres ഓഫ് ലാൻഡിൽ ലേബറിലെ മാറ്റം പ്രൊഡക്ഷനിലെ എന്ത് മാറ്റമാണ് വന്നിരിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഇവിടെ ലേബർ ഓരോ യൂണിറ്റ് വർദ്ധിക്കുന്നതനുസരിച്ച് 1, 2, 3, 4, 5 ഇങ്ങനെ ഓരോ യൂണിറ്റ് വർദ്ധിക്കുന്നതിനനുസരിച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത്, ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ആദ്യം കൂടുകയും പിന്നീട് മാക്സിമത്തിലെത്തുകയും പിന്നീട് അത് കുറയുന്ന രീതിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഓക്കെ, അതുപോലെ ആവറേജ് പ്രൊഡക്ഷൻ എങ്ങനെയാണ് കണ്ടെത്തുന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇറ്റ് ഈസ് TP ഡിവൈഡ് ബൈ ഇൻപുട്ട്. ഓക്കെ, അപ്പോൾ ആവറേജ് പ്രൊഡക്ഷനും അതുപോലെ തന്നെ ആദ്യം കൂടുകയാണ്, പിന്നെ കോൺസ്റ്റൻ്റ് ആയി നിൽക്കുന്നു, പിന്നെ അത് കുറയാൻ തുടങ്ങുന്നു. മാർജിനൽ പ്രൊഡക്ഷൻ എന്താ സംഭവിക്കുന്നത്? മാർജിനൽ പ്രൊഡക്ഷൻ ആദ്യം കൂടുകയാണ്, പിന്നീട് അത് കുറയാൻ തുടങ്ങുന്നു, ദെൻ നെഗറ്റീവിലേക്കാണ് പോകുന്നത്. ഈ ഒരു രീതിയാണ്
നമുക്ക് ഈ ടേബിളിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഈ ഒരു ടേബിളിൽ വെച്ചിട്ട് ഈ ഒരു ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷൻ നമുക്ക് നോക്കാം. ഇതിനെ 3 ഘട്ടങ്ങളാക്കി തിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് സ്റ്റേജ്, സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്. ഓക്കെ, ഈ ഫസ്റ്റ് സ്റ്റേജിൽ ഇൻപുട്ട് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടുന്നുണ്ട്. ഇവിടെ ടി പി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, എം പി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യുന്നു, മാക്സിമത്തിലെത്തുന്നു, ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ കുറയാൻ തുടങ്ങുന്നുണ്ട്. എ പി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, ഈ എം പി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ കൂടി മാക്സിമത്തിലെത്തുന്നു. ഓക്കെ, ദെൻ കുറയാൻ തുടങ്ങുന്നു നമ്മൾ പറഞ്ഞു. ആ മാക്സിമത്തിലെത്തുന്ന പോയിൻ്റാണ് ഇൻഫ്ലക്ഷൻ, പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ 2 പ്രത്യേകതയാണുള്ളത്. ഒന്ന് എം പി മാക്സിമത്തിലെത്തുന്നു എന്നുള്ള പ്രത്യേകതയും, അതുപോലെ തന്നെ ടി പി എന്ന് പറയുന്നത് അതുവരെ ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. ഇൻക്രീസിങ് അറ്റ് എ ഇൻക്രീസിങ് റേറ്റ് ആണ്. ഇൻക്രീസിങ് റേറ്റിലാണ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ വരെ ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ് ആണ്. ഇവിടെ നിന്നാണ് ചെറിയ രീതിയിലുള്ളൊരു ഡൈവേർഷൻ നടക്കുന്നത്. അതായത് ചെറിയൊരു ഡിക്രീസിങ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന ഏരിയയിൽ നിന്നാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റേജ് എന്തൊക്കെയാണ്? ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇനീഷ്യൽ എന്താണ്, ഇൻക്രീസ് ചെയ്യുന്നു അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ് ആൻഡ് ദെൻ ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ്. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് എന്താ സംഭവിക്കുന്നത്? അറ്റ് ദ ബിഗിനിങ് ഇറ്റ് ഇൻക്രീസ്, ആദ്യം അത് ഇൻക്രീസ് ചെയ്യുന്നു, പിന്നെ അത് മാക്സിമം എത്തുന്നു, പിന്നെ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നു. ആവറേജ് പ്രൊഡക്റ്റോ അത് ഇൻസ്റ്റൻ്റായിട്ട് ഇൻക്രീസ് ചെയ്ത് കൊണ്ടേയിരിക്കുന്നു. ദെൻ ആ ഒരു ഫസ്റ്റ് സ്റ്റേജിന് ലാസ്റ്റ് ഇത് മാക്സിമം എത്തുന്നു. ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് സ്റ്റേജ് എന്താണെന്ന് നോക്കാം. സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുന്നത് ഇവിടെ നിന്നാണ് സെക്കൻഡ് സ്റ്റേജ് തുടങ്ങുന്നത്. അവിടെ എന്ന് പറയുന്നത് ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, ബട്ട് ഡിക്രീസിങ് റേറ്റിലാണ്. ഇറ്റ് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റ് ആണ്. ഓക്കെ, ടി പി ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റ് ആൻഡ് റീച്ചസ് മാക്സിമം. സെക്കൻഡ് സ്റ്റേജിലാണ് ടി പി മാക്സിമം എത്തുന്നത്. ഓക്കെ, എം പി ആണെങ്കിലോ എം ബി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുകയാണ്. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ എം ബി മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്യുന്നു. ടി പി മാക്സിമം എത്തുമ്പോൾ എം ബി എന്താവുന്നു? 0 ആവുന്നു. ഓക്കെ, എ പി എന്ന് പറയുന്നത് നമ്മൾ പറഞ്ഞു ഫസ്റ്റ് സ്റ്റേജിൽ ലാസ്റ്റ് ഘട്ടത്തിൽ ഇത് മാക്സിമം എത്തുന്നുണ്ട്, സെക്കൻഡ് സ്റ്റേജിൽ ഇത് ഡൗൺവേർഡ് ആവാൻ തുടങ്ങി. ഓക്കെ, കുറയാൻ തുടങ്ങി. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻക്രീസിങ് അറ്റ് എ ഡിമിനിഷിങ് റേറ്റിലാണ് ആൻഡ് ഇറ്റ് റീച്ചസ് അറ്റ് മാക്സിമം. ഓക്കെ, മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്നു, കുറയാൻ തുടങ്ങുന്നു ആൻഡ് ടി പി മാക്സിമം ആയപ്പോൾ ഇറ്റ് ബിക്കം ഈക്വൽ ടു 0. ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഡിമിനിഷ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട്, പക്ഷേ അതൊരിക്കലും എന്താവുന്നില്ല, 0ലേക്ക് എത്തുന്നില്ല. ഇനി കംസ് ടു തേർഡ് സ്റ്റേജ്. തേർഡ് സ്റ്റേജിൽ ടോട്ടൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കുറയാൻ തുടങ്ങുന്നു. മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് മൈനസിലേക്ക് പോകുന്നു, നെഗറ്റീവ് ആവുന്നു. ഇറ്റ് ബിക്കം നെഗറ്റീവ്. ഓക്കെ, ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നതോ ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആണ്, ബട്ട് നെവർ ബിക്കം നെഗറ്റീവ്. ഓക്കെ, ഇതാണ് തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത്. ടോട്ടൽ പ്രൊഡക്റ്റ് ഡിമിനിഷ് ചെയ്യുന്നു,
മാർജിനൽ പ്രൊഡക്റ്റ് നെഗറ്റീവ് ആവുന്നു. ആവറേജ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ആയിട്ട് ഡിമിനിഷ് ചെയ്യുന്നുണ്ട്, പക്ഷേ റിമൈൻ പോസിറ്റീവ്. ഓക്കെ, ഇതാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഓക്കെ, ഒന്നും കൂടെ സിമ്പിളായിട്ട് പറയാം. ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷൻ എന്ന് പറയുന്നത് ഷോർട്ട് റണ്ണിൽ ഫിക്സഡ് ഇൻപുട്ടിൻ്റെ കൂടെ വേരിയബിൾ ഇൻപുട്ട് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ടോട്ടൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനീഷ്യൽ ഇൻക്രീസ് ചെയ്യും, ദെൻ മാക്സിമം എത്തും, ദെൻ സ്റ്റാർട്ട് ടു ഡിക്രീസ്. ആവറേജ് പ്രൊഡക്ഷൻ ആണെങ്കിലോ അതുപോലെ തന്നെ ഇനീഷ്യലി ഇൻക്രീസ് ചെയ്യും, ദെൻ സ്റ്റാർട്ട് ടു ഡിക്രീസിങ്. ഓക്കെ, മാർജിനൽ പ്രൊഡക്ഷൻ ആണെങ്കിലോ ഇനീഷ്യലി ഇൻക്രീസ് ചെയ്യും, ദെൻ ഡിക്രീസ് ചെയ്യും, ദെൻ നെഗറ്റീവ് സ്റ്റേജിലോട്ട് പോകും. ഇത് നമ്മളൊരു 3 സ്റ്റേജ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തു. ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് ടി പി ഇൻക്രീസിങ് അറ്റ് എൻ ഇൻക്രീസിങ് റേറ്റിലായിരിക്കും. എം പി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്യും, മാക്സിമത്തിൽ റീച്ച് ചെയ്യും, ദെൻ സ്റ്റാർട്ട് ടു ഡിക്രീസ്. ഓക്കെ, എം പി മാക്സിമം എത്തുന്ന പോയിൻ്റാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ആ പോയിന്റിലാണ് ടി പി ചെറിയ രീതിയിൽ ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്നതും. ഓക്കെ, എ പി എന്ന് പറയുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. അറ്റ് ദ എൻഡ് ഓഫ് ഫസ്റ്റ് സ്റ്റേജ് ഇറ്റ്സ് റീച്ചസ് മാക്സിമം. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജിൽ ടി പി എന്ന് പറയുന്നത് ഇൻക്രീസിങ് അറ്റ് എ ഡിക്രീസിങ് റേറ്റിലാണ്. എം പി എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ടി പി മാക്സിമം എത്തുന്ന പോയിന്റിൽ എം പി ബിക്കംസ് 0. ഓക്കെ, ഇനി തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നത് ടി പി ഡിക്രീസ് ചെയ്യുന്ന സ്റ്റേജാണ്. ടി പി ഡിക്രീസ് ചെയ്യുമ്പോൾ എം പി എന്ന് പറയുന്നത് നെഗറ്റീവായിരിക്കും. ടി പി ഡിക്രീസ് ചെയ്യാൻ തുടങ്ങുന്ന സമയം തൊട്ട് എം പി എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് എന്താണ്, നെഗറ്റീവ് ആവാൻ തുടങ്ങും. ഓക്കെ, എ പി എന്ന് പറയുന്നത് ഡിക്രീസ് ആവുന്നുണ്ട്, ബട്ട് ഒരിക്കലും എന്തു ചെയ്യുന്നില്ല, നെഗറ്റീവ് ആവുന്നില്ല. ഓക്കെ, ഇതാണ് ഈ 3 സ്റ്റേജിലും പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ. പിന്നെ ഈ ഒരു കാര്യം കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റേജിൽ ആദ്യം എം പി എന്ന് പറയുന്നത് എ പിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൽ എം പി എന്ന് പറയുന്നത് എ പിയേക്കാൾ കൂടുതലാണ്. ഓക്കെ, എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി. എം പി ഈസ് ഗ്രേറ്റർ ദാൻ എ പി. ഓക്കെ, ഫസ്റ്റ് സ്റ്റേജിൻ്റെ ബിഗിനിങ്ങിൽ. ഇനി ഫസ്റ്റ് സ്റ്റേജിൻ്റെ ലാസ്റ്റ് ആയപ്പോഴത്തേക്ക് എന്തായി, എ പി ഈസ് ഈക്വൽ ടു എം പി എന്നുള്ളതായി. ഓക്കെ, ദെൻ സെക്കൻഡ് സ്റ്റേജിലും തേർഡ് സ്റ്റേജിലും എന്താണ്, എ പി ഈസ് ഗ്രേറ്റർ ദാൻ എം പി. ഓക്കെ, ഇതും കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഓക്കെ, ഈ ഒരു തിയറിയിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു റാഷണൽ പ്രൊഡ്യൂസർ എപ്പോഴും ഓപ്പറേറ്റ് ചെയ്യുന്ന സ്റ്റേജ് ഏതായിരിക്കും? യെസ്, സെക്കൻഡ് സ്റ്റേജ് ആയിരിക്കും. എന്താ കാര്യം? ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നത് അവിടെ ഒരു ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമം എത്തുന്നുണ്ടോ? ഇല്ല, അവിടെ അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്, അല്ലേ? തേർഡ് സ്റ്റേജ് എന്ന് പറയുന്നതോ അവിടെ ടോട്ടൽ പ്രൊഡക്ഷൻ കുറയുകയാണ് ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫേം എന്ന് പറയുന്നത് ഓപ്പറേറ്റ് ചെയ്യുക ഏത് സ്റ്റേജിലായിരിക്കും? സെക്കൻഡ് സ്റ്റേജിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇതും കൂടെ എന്ത് ചെയ്യണം, നിങ്ങൾ ഓർത്ത് വെക്കണം. ഓക്കെ, സെക്കൻഡ് സ്റ്റേജിലാണ് ടോട്ടൽ പ്രൊഡക്ഷൻ മാക്സിമം എത്തുന്നത്. സോ ആ സ്റ്റേജിലായിരിക്കും ഒരു പ്രോഫിറ്റ് മാക്സിമൈസേഷൻ ഫേം ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, ദെൻ വേറൊരു ഇമ്പോർട്ടൻ്റ് കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷനാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു, പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത് മാർജിനൽ പ്രൊഡക്റ്റ് മാക്സിമം എത്തുന്ന സ്റ്റേജും, ഓക്കെ, മാക്സിമം എത്തുന്ന പോയിൻറ്റും, മാക്സിമം എം പി മാക്സിമം എത്തുന്ന പോയിൻറ്റും, അതുപോലെ ടി പിയിൽ ചെറിയ ഡൈവേർഷൻ, ഡിക്രീസിങ് റേറ്റിലോട്ടുള്ള ഡൈവേർഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന പോയിൻറ്റും കൂടിയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, പോയിൻ്റ് ഓഫ് ഇൻഫ്ലെക്ഷൻ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്കൽ അസിസ്റ്റൻ്റ് എക്സാമിന് 2022 ചോദിച്ചൊരു
ഭാഗം കൂടിയാണ് പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ആ ക്വസ്റ്റ്യൻ 2022 ചോദിച്ചതാണ് കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ? പോയിൻ്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഈസ് ദ പോയിൻ്റ് അറ്റ് വിച്ച്. എന്താ ആൻസർ? എല്ലാവരും കമൻറ്റിൽ ആൻസർ ചെയ്തെന്നുള്ളത് പറയണം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലോ ഓഫ് വേരിയബിൾ പ്രൊപ്പോർഷനിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ എല്ലാവരും വ്യക്തമായിരുന്ന് പഠിക്കണം. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, താങ്ക് യു.